ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ മഴത്തോര് മുംബൈയിൽ ഇനി വരാനിരിക്കുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അതായത് കുറേ പേര് ചോദിക്കുന്നുണ്ടായി മനു എപ്പോഴാണ് അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ള സത്യം അറിയുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറി എല്ലാവരും മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കാം. എന്നാൽ നേരെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ശിവശങ്കരനും രാജീവനും ബന്ധുക്കളും എല്ലാവരും കൂടിയിട്ട് അലീനയെ പുറത്താക്കാനായിട്ട് വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വരികയാണല്ലോ. പക്ഷേ ആ സമയത്ത് തന്നെ ബാലചന്ദ്രൻ അലീനയെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടാകും. അതായത് തൽക്കാലം രേവതിക്കുട്ടിയുടെ വീട്ടിൽ പോയി നിന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ രേവതിക്കുട്ടിയുടെ വീട്ടിൽ നിൽക്കാനായിട്ട് 2 ദിവസത്തേക്ക് നമ്മുടെ അലീന പോയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് ശിവശങ്കരനും രാജീവനും മറ്റു ബന്ധുക്കളും എല്ലാം കൂടി വന്നിട്ട് ബാലചന്ദ്രനോട് ഒരുപാട് സംസാരിക്കുകയും ബാലചന്ദ്രൻ നല്ല കുറിക്ക് കൊള്ളുന്ന മറുപടി കൊടുക്കുകയും വന്ന പോലെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ എന്ന് പറയുന്നത് പോലെ എല്ലാവരും ശശിയായിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഉള്ളൊരു എപ്പിസോഡാണ്. അതായത് പിന്നീട് മനു ബാലചന്ദ്രനെ കാണാൻ വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ അറിയുന്ന സമയത്ത് മനു വരുന്നുണ്ട് കേട്ടോ. മനു വീട്ടിലെത്തുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ സംഭവിച്ചു എന്നൊക്കെ മനസ്സിലാവുന്നത്. അച്ഛൻ തിരിച്ചു വന്നു എന്നറിയാം. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യവും ശിവശങ്കരൻ മനുവിനെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. മനു തഞ്ചത്തിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി, അങ്കിളിനോട് വല്ലാണ്ട് ഉടക്കാനൊന്നും നിൽക്കണ്ട അച്ഛ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാൻ അവർ തയ്യാറായില്ല. അങ്ങനെയാണ് അവർ വരുന്നതും ബാലചന്ദ്രനോട് സംസാരിക്കുന്നതും അയാളുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കുന്നതൊക്കെ. അതേസമയം നമ്മുടെ അലീനയാണെങ്കിൽ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയുടെ വീട്ടിലെത്തിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അലീന ഇങ്ങോട്ടേക്ക് വന്നതിൽ. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചായനൊക്കെ കാത്തിരിക്കുകയാണ് അലീന ഒന്ന് വന്നെങ്കിൽ ഒന്ന് കണ്ടെങ്കിൽ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. അങ്ങനെ ഓട്ടോയിൽ നിന്ന് അലീന ഇറങ്ങുന്നത് കണ്ട ഉടനെ തന്നെ നമ്മുടെ രേവതിക്കുട്ടി ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി വാ, ഇത്രയും നാളായി ചേച്ചി കണ്ടിട്ട്, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ അന്ന് ആക്സിഡൻ്റ് അല്ല, അന്ന് കുത്തേറ്റ് കിടന്നില്ല. ആ സമയത്ത് കണ്ടതാണ് രേവതിക്കുട്ടി, പിന്നെ കണ്ടിട്ടില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെ ഭയങ്കര വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ ഗ്രേസമ്മയുടെ അടുത്തും അതുപോലെ മാമച്ചായൻ്റെ അടുത്തും സുഖവിവരങ്ങളൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ ആയിട്ട് കൊണ്ടുവന്ന ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തിനാ മോളെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു സന്തോഷമാണ് ആൻറ്റി, എൻ്റെ അനിയത്തിക്കുട്ടി ഇവിടെയല്ലേ ഉള്ളത്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടും കൂടെ പിന്നെ അങ്കിളിനെ ആൻറ്റിയും ഞാൻ മറക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്കിളിനെ ആൻറ്റിയും വല്ലാണ്ട് അങ്ങ് ഓർക്കൊന്നും വേണ്ട, ഈ സാധനങ്ങളൊന്നും ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുക്കത്തില്ല എന്നൊക്കെ പറയാട്ടോ. പിന്നെ എന്തിനാണ് ഇത് ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നേക്കുന്നത് മോളെ നീ എന്ന് ചോദിക്കുക. ഇവളൊന്നും ഞങ്ങൾക്ക് കഴിക്കാൻ തരില്ല എന്ന് പറയാട്ടോ. ഒരു ദിവസത്തേക്കല്ലേ മോളെ, ഒന്ന് കൊടുത്തേക്കെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട, എന്നിട്ടേ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഞാൻ തന്നെയാണ്, ഇവരുടെ അസുഖങ്ങളെക്കുറിച്ചൊന്നും ചേച്ചിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി അതൊക്കെ വാങ്ങിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. തൽക്കാലം ഓരോ സമയത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം, അത് കഴിച്ചാൽ മാത്രം മതി, എന്നിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ഈ വീട്ടിലൊരു മൂലയ്ക്ക് ഇരുന്നോളണം എന്നൊക്കെ പറയണം. അപ്പോൾ ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഇപ്പം അലീനയ്ക്ക് അറിയാം അവർ രേവതിക്കുട്ടിക്ക് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റും അല്ലെങ്കിൽ ആ ഒരു കെയറും സ്നേഹവും ഒക്കെ. അപ്പോൾ അതുപോലെ രേവതിക്കുട്ടിയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റൊക്കെ അലീനയ്ക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അലീന ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓ നീ ഇപ്പോൾ അവളുടെ സൈഡ് കൂടിയോടി അലീനെ, ഞങ്ങൾ വിട്ടിട്ട് അവളുടെ സൈഡായോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരുടെ സൈഡും പിടിക്കാനില്ല ആൻറ്റി എന്ന് പറയാണ് അലീന. ഇനിയിപ്പോൾ ആരുടെ സൈഡ് അല്ലെങ്കിലും അലീന ചേച്ചി എന്നും എൻ്റെ സൈഡ് തന്നെയാണ്, അത് എനിക്കറിയാം, ആരുടെ സൈഡൊന്നും നിൽക്കത്തില്ല അല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വാ ചേച്ചി നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് നീ അവളെ വലിച്ചു കൊണ്ടുപോകാതെ ഇവിടെ നിൽക്ക്, ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ അറിയണ്ടേ എന്ന് പറയട്ടോ. അതിനൊക്കെ കുറേ സമയമുണ്ടല്ലോ ആൻറ്റി, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും, അലീന ചേച്ചി എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ അലീന പോകുന്നുണ്ടോ, ഇനിയും അങ്ങോട്ടേക്ക് തന്നെ പോകാനാണോ എന്ന് ചോദിക്കണം മാമച്ചായൻ. അതെ അങ്കിള് പോവണം, അല്ലാതെ ശരിയാവത്തില്ല, സാർ എന്നെ വിടത്തില്ല എന്ന് പറയട്ടോ.
അതിനെ പറ്റിയൊക്കെ കുറേ ചോദിക്കാനുണ്ട്, വന്നേ ചേച്ചി ഞാൻ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, മെല്ലെ എന്നെ വിട് എന്നൊക്കെ അലീന പറയുന്നുണ്ടെങ്കിലും രേവതിക്കുട്ടി ഒന്ന് വാ ചേച്ചി എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ റൂമിലെത്തിയപ്പം രേവതിക്കുട്ടിക്ക് വീണ്ടും സന്തോഷം കൂടിയിട്ട് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അലീനയെ. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇനി പറ, എന്താണ് അവിടെ സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ മോളെ ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ, സാവധാനം പറയാം, ആദ്യം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് എന്നാൽ ചേച്ചി പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ചേച്ചിക്ക് എന്തെങ്കിലും കുടിക്കാനൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി താഴേക്ക് ചെല്ലുകയാണ്. അതുപോലെ അലീന ഫ്രഷ് ആവാനായിട്ട് പോണ മുന്നേ തന്നെ ബാലചന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ ഞാൻ രേവതിക്കുട്ടിയുടെ വീട്ടിലെത്തി എന്നുള്ള വിവരം അറിയിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറയാം, ഞാൻ വിളിക്കാം, നീ തനിച്ച് വരേണ്ടി വരില്ല, ഒരു പക്ഷേ ഞാൻ നിന്നെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരും എന്ന് പറയട്ടോ. അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ ഇങ്ങനെ തന്നെ ഡ്രൈവൊക്കെ ചെയ്ത് വരുമോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനതൊക്കെ ആലോചിക്കട്ടെ, എന്താണെങ്കിലും ഞാൻ വിളിച്ചിട്ട് നീ വന്നാൽ മതി, അതിന് മുന്നേ വരണ്ട എന്ന് പറയാട്ടോ. ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട്. അതേസമയം രേവതിക്കുട്ടി താഴെ എത്തിയിട്ട് അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി 2 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ, പക്ഷേ ചേച്ചിയെ വിടാതിരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ആൻറ്റി എന്ന് പറയുമ്പോൾ, പക്ഷേ അവളല്ലേ പറഞ്ഞത് പോകണം എന്ന്. ചേച്ചി അങ്ങനെ പറഞ്ഞു, സാറ് അവിടുന്ന് വിടുന്നില്ല, അവിടുത്തെ ബാലചന്ദ്രൻ സാറില്ലേ, സാറ് പോവാൻ സമ്മതിക്കുന്നില്ല, പക്ഷേ ചേച്ചി അവിടെ ഉള്ളത് കൊണ്ട് ഭയങ്കര പ്രശ്നവുമാണ് അവിടെ എന്ന് പറയാട്ടോ. സ്വന്തം അമ്മയാണ് അവളെ ഇങ്ങനെ പ്രശ്നത്തിൽ കൊണ്ട് ചെന്ന് ചാടിക്കുന്നത്. അതോർക്കുമ്പോഴാണ് എനിക്ക് ആ സ്ത്രീയോട് ഭയങ്കര ദേഷ്യം വരുന്നത്. എൻ്റെ മുന്നിലൊന്ന് കിട്ടണമായിരുന്നു, ശരിക്കും അന്ന് നമ്മൾ പോവാനിരുന്നതല്ലേ അവളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ 2 വർത്താനം അവരുടെ മുഖത്ത് നോക്കി പറയണമെന്ന് ഞാൻ കരുതിയതാണ്, പക്ഷേ അതൊന്നും നടന്നില്ല എന്നിങ്ങനെ പറയാണ് ഗ്രേസമ്മ. വരട്ടെ ആൻറ്റി, അവസരം കിട്ടും, എനിക്കും പറയാനുണ്ട് ആ സ്ത്രീയോട് കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറയണം. ഞാൻ ചേച്ചിക്ക് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, ചേച്ചി ഫ്രഷ് ആവാനായിട്ട് പോയേക്കാണ് എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി കിച്ചണിലേക്ക് പോവുകയാണ്. അങ്ങനെ കിച്ചണിൽ പോയിട്ട് അവൾക്ക് വേണ്ടി ജ്യൂസൊക്കെ അടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേസമയം ഇവർക്കും ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട്, മാമച്ചായനും അതുപോലെ ഗ്രേസമ്മയ്ക്കും. ഷുഗറൊന്നും ഇടാതെ ഫ്രഷ് ജ്യൂസായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരണം. അങ്ങനെ എല്ലാവരും കൂടെ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ ബാലചന്ദ്രൻ സാറിന് സുഖമായോ ഭേദമായോ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. മാമച്ചായനും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സാറിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സാറായോ, നേരത്തെ ഫോൺ ചെയ്തപ്പോൾ അച്ഛൻ എന്തെങ്ങാനും പറയണത് കേട്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന നാണത്തോടു കൂടിയിട്ട് തല താഴ്ത്ത കേട്ടോ. അച്ഛനോ എന്ന് ചോദിക്കുന്നുണ്ട് ഗ്രേസമ്മയും മാമച്ചായനും. അതെ ആൻറ്റി, എന്നോട് പറഞ്ഞപ്പോഴേ അച്ഛൻ എന്നെ ഇവിടെ നിന്ന് വിടുന്നില്ല, അച്ഛൻ 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 എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. അതെന്താ അലീനെ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ആൻറ്റി ഇവൾ വെറുതെ പറയുന്നതാണ്, വെറുതെ ഒന്നുമല്ല, എന്തോ കാര്യമുണ്ട്, എന്തപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഒരു വലിയ കഥയാണ് ആൻറ്റി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് വീട്ടിൽ എന്നൊക്കെ പറയട്ടോ. ആ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇതും കൂടി കേൾക്കുമ്പോൾ പ്രശ്നം കൂടത്തില്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അതെ അതും പ്രശ്നം തന്നെയാണ്, സാർ എന്നോട് പറഞ്ഞു ഇനി അച്ഛാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞത്, അതൊക്കെ ഒരുപാട് പറയാനുണ്ട് ആൻറ്റി, ഞാൻ പറയാം, ഇപ്പോൾ ഈ പറഞ്ഞാലൊന്നും തീരത്തില്ല. സാർ എന്നോട് അച്ഛാന്ന് വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം തന്നു, ഞാനിപ്പോൾ അച്ഛാന്നാണ് വിളിക്കുന്നത്, അവർ 3 മക്കൾക്കുള്ളതുപോലെ തന്നെ എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും എനിക്കുണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെ പറയാട്ടോ. അത് വലിയൊരു കാര്യമാണല്ലോ ബാലചന്ദ്രൻ അങ്ങനെ ഒരു വലിയ മനസ്സ് കാണിച്ചത്, അപ്പോൾ അയാൾക്ക് നിന്നോട് ഒരുപാട് സ്നേഹമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതേ അങ്കിൾ, എന്നോട് ഒരുപാട് സ്നേഹമാണ്, അവരുടെ മക്കളോടുള്ളതുപോലെ സ്നേഹമാണ് എന്നോടും എന്ന് പറയാണ് അലീന. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചത്, അന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞു. രേവതിക്കുട്ടി ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു, പിന്നെ ബാലചന്ദ്രൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എവിടെയാണ് നിങ്ങൾ താമസിച്ചത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ബാലചന്ദ്രൻ എന്താണ് ഇങ്ങനെ നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് പുറകിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മാമച്ചാനും ഗ്രേസമ്മ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, രേവതിക്കുട്ടിക്ക് അറിയില്ല, അലീന പറയുന്നത് അലീനയ്ക്ക് അറിയില്ല രേവതിക്കുട്ടി ഇവരോട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളത് അലീനയ്ക്ക് അറിയില്ല. അപ്പോൾ അലീന ഇങ്ങനെ പറയാൻ മടിക്കുകയാണ്, രേവതിക്കുട്ടി അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞു, അങ്കിളിനും ആൻറ്റിക്കും എല്ലാ കാര്യങ്ങളും അറിയാം,
ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ അത് കേട്ടിട്ട് അലീന ആകെ ഷോക്കായി പോവാണ്. അവളിങ്ങനെ നോക്കുമ്പം രേവതിക്കുട്ടി ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് മോളെ, നീ അതുകൊണ്ട് മടിയൊന്നും കാണിക്കണ്ട. നിൻ്റെ സ്വന്തം അമ്മയുടെ അടുത്താണ് നീ നിൽക്കുന്നതെന്നും നിൻ്റെ സ്വന്തം അമ്മയാണ് നിന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നും എല്ലാ കാര്യങ്ങളും അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നീ ധൈര്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ശരിക്കും ഞാൻ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് റെഡി ആയതായിരുന്നു ആൻറ്റി. അന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, അന്ത്യശാസനം തന്നു, രാവിലെ തന്നെ പൊക്കോളണം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് രേവതിക്കുട്ടിയെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ റൂമൊക്കെ ലോക്കാക്കിയിട്ടേക്കായിരുന്നു എന്നുള്ള കാര്യം, ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു. അത് ശരിയാണ്, പക്ഷേ പിന്നീട് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ലല്ലോ, അതാണ് ഞങ്ങൾക്ക് ആകെ ടെൻഷനായത് എന്ന് പറയണം. ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കീ അങ്കിൾ എടുത്ത് മാറ്റി വെച്ചേക്കായിരുന്നു, മുഴുവൻ ഡോറും ലോക്ക് ചെയ്തിട്ട്. അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കീ വാങ്ങിക്കാനായിട്ട് എന്നെ തന്നെ മാഡം പറഞ്ഞയച്ചു. ഞാൻ പറഞ്ഞതാണ്, ഞാൻ പോകുന്നില്ല, മാഡം വാങ്ങിച്ച് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞതാന്നൊക്കെ പറഞ്ഞിട്ടും സമ്മതിച്ചില്ല, എന്നെ തന്നെ പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് പോകണമെങ്കിൽ കീ എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാനും രേവതിക്കുട്ടിയും കൂടി സംസാരിച്ച കാര്യങ്ങളൊക്കെ ഫോണിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അച്ഛൻ തന്നെ ചെയ്ത ഒരു പണിയാണ് ആ കാര്യം. മുത്തശ്ശിയുടെ ഫോണിൽ കോൾ റെക്കോർഡ് ചെയ്തതായിരുന്നു. അത് അച്ഛൻ തന്നെ അവിടെ വെച്ച് കേൾപ്പിച്ചു. അത് കേട്ടതും ഞാൻ ആകെ തകർന്നു പോയി. അങ്ങനെ എല്ലാ കാര്യങ്ങളും സാറ് അറിഞ്ഞു, അച്ഛൻ അറിഞ്ഞു. അത് കാരണമാണ് എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റാഞ്ഞത്. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്നോട് വീട്ടിൽ നിന്ന് പോവാൻ അച്ഛൻ പറഞ്ഞില്ല. അച്ഛൻ അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ ഏതൊരാളും ഭാര്യയുടെ അവിഹിതത്തിൽ പിറന്നൊരു കുട്ടിയാണെന്ന് അറിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുക. പക്ഷേ അച്ഛൻ എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്, ഒരു മകളെന്ന പോലെ. എന്നോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ ജീവിതം തകർന്നു പോകും, അച്ഛൻ ഇല്ലാതായി പോവും. പിന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം അച്ഛനും ആ വീട് വിട്ടിറങ്ങും, വീട് പൂട്ടി ഇറങ്ങും എന്ന് പറഞ്ഞു. അത് കാരണം എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഇതാണ് എൻ്റെ അവസ്ഥ എന്നുള്ളത്? ആരും ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛനും ഇവിടെ നിന്ന് ഇറങ്ങും, ബാലചന്ദ്രൻ സാറും ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് ഞാൻ ഒരുപാട് തവണ എല്ലാവരോടും പറഞ്ഞതാണ്. പക്ഷേ അവരതൊന്നും കേൾക്കാതെ ഒരു ദിവസം വന്ന് അച്ഛൻ അറിയാതെ എന്നെ പിടിച്ച് പുറത്തിറക്കി. അതെങ്ങനെയോ അച്ഛൻ അറിഞ്ഞിട്ട് ഉടനെ തന്നെ കാറെടുത്ത് വന്ന് എന്നെ കൂട്ടിയിട്ട്, കൃഷ്ണമോളും ഉണ്ടായിരുന്നു കൂടെ, എന്നെയും കൂട്ടിയിട്ട് റിസോർട്ടിലേക്ക് പോയി. കൃഷ്ണമോൾക്ക് എന്നോട് ദേഷ്യമായിരുന്നു, പക്ഷേ പിന്നെ എന്താണെന്ന് അറിയത്തില്ല. പിറ്റേ ദിവസം മുതൽ കൃഷ്ണമോൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറയാണ് അലീന. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ദിവസം താമസിച്ചു. മനുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് എന്നൊക്കെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. വന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ആയി. ഇപ്പോഴും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവിടെ മാഡത്തിൻ്റെ ആങ്ങളമാരൊക്കെ വന്നിട്ടുണ്ട് ഈ കാര്യം ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ മുന്നിൽ എന്നെ ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്ന് തന്നെ പൊക്കോ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാണ് അലീന എല്ലാവരോടും ആയിട്ട്. അപ്പോൾ അവരതൊക്കെ കേട്ടിട്ട് ആകെ ഇങ്ങനെ ഷോക്കായിട്ട് ഇരിക്കുക കേട്ടോ. അലീന പറഞ്ഞതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാനാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇനി നീ അങ്ങോട്ടേക്ക് പോകുന്നില്ലെങ്കിൽ പോവണ്ട, നീ ഇവിടെ നിൽക്ക്, ബാലചന്ദ്രനോട് നമുക്ക് സംസാരിക്കാം. എന്താണെങ്കിലും അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ, അയാൾ ഇവിടെ വന്ന് നിന്നെ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പോയി അവരെയും കാണാം. എന്തൊക്കെയാണെങ്കിലും അയാൾക്ക് നിന്നോട് സ്നേഹവും ഇഷ്ടമൊക്കെ ആണല്ലോ. സാധാരണഗതിയിൽ നീ പറഞ്ഞതുപോലെ തന്നെ ഏതൊരാളാണെങ്കിലും ആ കുഞ്ഞിനെ അവഗണിക്കും, അതിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കാനാണ് ശ്രമിക്കുക, കൂടെ ആ ഭാര്യയും. പക്ഷേ ബാലചന്ദ്രൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അയാൾ നല്ലൊരു ജെൻറ്റിൽമാൻ ആയതുകൊണ്ട് തന്നെ നിന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ ആ സ്ത്രീയോടും തന്നെ അയാൾക്ക് അത്രയ്ക്ക് വെറുപ്പുണ്ടെങ്കിലും അവിടെ താമസിക്കാനൊക്കെ അനുവദിക്കുന്നത് തന്നെ എത്രയോ നല്ല മനസ്സിനുടമയായതുകൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മാമച്ചനെയും ഗ്രേസമ്മയൊക്കെ അവരോട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കുറേ കഴിയുമ്പോൾ അമ്മയോടും ക്ഷമിക്കാൻ കഴിയുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അത് അയാളുടെ നല്ല മനസ്സ്. ആ സ്ത്രീ എന്താണ് ചെയ്തതെന്നും എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊന്നും നമുക്കറിയത്തില്ല. അവരുടെ സ്വഭാവം ഇങ്ങനെ മാറിയത് എന്തുകൊണ്ടാണെന്നും അറിയത്തില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു അവർക്ക് പറ്റിയിട്ട് അവരതൊക്കെ മറ്റുള്ളവരിൽ ചാർത്താൻ നോക്കുമ്പോഴാണ് അവരോട് കൂടുതൽ വെറുപ്പും ദേഷ്യമൊക്കെ തോന്നുന്നത് എന്നുകൂടെ പറയാട്ടോ രേവതിക്കുട്ടി.
എന്താണെങ്കിലും നമുക്ക് കുറച്ച് ദിവസം അടിച്ച് പൊളിച്ച് ഇവിടെ നിൽക്കാം, നമുക്ക് ചിന്നുമോളെ കാണാൻ പോവാം എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് വേറൊരു പ്ലാൻ ഉണ്ട് കേട്ടോ എന്ന് പറയണം. അതെന്താന്ന് ചോദിക്കുമ്പം, പറ ആൻറ്റി, അങ്കിളെ പറ, നിങ്ങളല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്, നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിച്ച കാര്യമല്ലേ, പറയ് എന്ന് പറയട്ടോ. അപ്പോൾ അവർക്ക് പറയാൻ ഇങ്ങനെ ഒരു മടി, അലീനയോട് ഇങ്ങനെ ഒരു നാണം പോലെ കേട്ടോ. അപ്പോൾ എന്താ ആൻറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഇവർ ഭയങ്കര ആൾക്കാരാട്ടോ, ഇവർ രണ്ടുപേരും നമ്മളൊന്നും അറിയാതെ ഇവർ ഒരു പ്ലാൻ തയ്യാറാക്കിയേക്കാണ് ചിന്നുമോളെ വെച്ചിട്ട് എന്ന് പറയട്ടോ. ചിന്നുമോളെ വെച്ചിട്ടെന്നോ, എന്താണത് എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല അലീനെ, ഞങ്ങൾക്ക് ഒരാഗ്രഹം, ആ ചിന്നുമോളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ആ കുഞ്ഞിനെ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും ഇവിടെയല്ലേ, നീ ആണെങ്കിലും ഇടയ്ക്ക് ഇവിടേക്ക് വരും, രേവതിക്കുട്ടിയും ചിന്നുമോളും ഭയങ്കര ക്ലോസ് അല്ലേ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് രേവതിക്കുട്ടിയാണ് അവളെ നോക്കിയത്, അവർ തമ്മിൽ നല്ല ഇഷ്ടമാണ് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം, രേവതിക്കുട്ടി ഇവിടെ ഉള്ളത് കൊണ്ട് ചിന്നുമോളെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുക എന്ന് പറയാട്ടോ. അപ്പോൾ അലീന ചോദിക്കേണ്ട, അങ്കിൾ ആൻറ്റി എന്തൊക്കെയാണ് പറയണത്, ചിന്നുമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനോ, അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടാവില്ല, ഞങ്ങൾ ചിന്നുമോളെ അങ്ങോട്ട് ദത്തെടുക്കാൻ തീരുമാനിച്ചു അലീന എന്ന് പറയാട്ടോ മാമച്ചായൻ. അത് കേട്ടപ്പോൾ അലീനയും ആകെ ഷോക്കായി പോവാണ്. അതേ ചേച്ചി സത്യമാണ്, ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയൊരു പ്ലാനാണ് ചിന്നുമോളെ ദത്തെടുക്കാനെന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇവരെന്നോടത് പറഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് ചിന്നുമോളെ കാണാൻ പോകുമ്പോൾ അവിടുത്തെ മദറിനോട് സംസാരിക്കുകയും ചെയ്യാം. എന്താണെങ്കിലും ഇവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുള്ളത് ഇങ്ങനെ കന്യാസ്ത്രീ അല്ലേ, അപ്പോൾ പിന്നെ ജോമോൻ ചോട്ടൻ മരിച്ചും പോയി, അപ്പോൾ പിന്നെ എന്താണെങ്കിലും ദത്തെടുക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല എന്നൊക്കെ പറയട്ടോ. അതിപ്പോൾ മക്കളുള്ളവർക്കാണെങ്കിലും ദത്തെടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, അവർക്ക് സ്വത്തും മുതലൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ആ കുഞ്ഞിനും കൂടി ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കണമെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ എല്ലാ സ്വത്തും മുതലും ഇതേ ഈ രേവതിക്കുട്ടിക്കും ചിന്നുമോൾക്കും ഒക്കെ ഞങ്ങൾ കൊടുത്തോളാം, ഞങ്ങൾക്ക് എന്തിനാ സ്വത്ത്, ഇഷ്ടം പോലെ ഉണ്ട്, ഇതേ ജോസൂട്ടിയുണ്ട്, ജോസൂട്ടിക്കും കൊടുക്കും, അല്ലാതെ ഞങ്ങൾക്ക് സ്വത്തും മുതലും ഒന്നും വേണ്ട, ഞങ്ങളുടെ മകൾക്കും വേണ്ട സ്വത്തും മുതലും ഒന്നും, അവളതൊന്നും വേണ്ട എന്നും പറഞ്ഞ് തിരുവസ്ത്രം അണിഞ്ഞ് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചിന്നുമോൾക്ക് കൊടുത്തോളാം, ഞങ്ങൾക്ക് കിട്ടിയാൽ മതി ചിന്നുമോളെ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഒരു ഇഷ്ടക്കേടുമില്ല, എനിക്ക് നല്ല സമ്മതമുള്ളൂ, പൂർണ്ണ സമ്മതമുള്ളൂ, ചിന്നുമോൾ കൂടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രേവതിക്കുട്ടിയും ചിന്നുമോളും ഇവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് മാത്രം വന്നാൽ മതിയല്ലോ, പിന്നെ കൊല്ലത്തേക്ക് നമ്മൾ പോവണ്ടല്ലോ എന്നൊക്കെ പറയണം. എന്നാൽ നമുക്ക് ചിന്നുമോളെ കാണാൻ പോകുമ്പോൾ അതുകൂടി സംസാരിക്കാം എന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെ കേട്ടോ. അപ്പോൾ ഇവരൊക്കെ വീട്ടിൽ വന്ന് സംസാരിച്ച് പോയതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ മനു ബാലചന്ദ്രനെ കാണാനായിട്ട് കടപ്പാട്ടൂരിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അവിടെ ഇല്ല എന്നുള്ളത് മനു അറിഞ്ഞിട്ടില്ല, അലീന ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് പോയി എന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ മനു വരുന്ന സമയത്ത് ബാലചന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അങ്കിളെ എന്താണ് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്, അങ്കിളിനൊന്ന് അയഞ്ഞു കൊടുത്തൂടെ, കുറച്ച് നാളത്തേക്ക് അലീനയെ ഒന്ന് മാറ്റി താമസിപ്പിച്ചൂടെ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അല്ലെങ്കിലും അലീന എവിടെ അങ്കിളെ, അലീനയെ ഞാൻ കണ്ടില്ല, താഴെയൊന്നും കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഓടി വരുന്നതാന്ന് പറയുമ്പോൾ അലീന ഇവിടെ ഇല്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. എവിടെ പോയി ചോദിക്കുമ്പോൾ എറണാകുളത്ത് പോയേക്കാണ്. അങ്കിൾ സമ്മതിച്ചോ പോവാൻ? സമ്മതിച്ചു, നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം അലീന ഇവിടെ നിന്ന് പോകണമെന്നല്ലേ, നിൻ്റെ ആവശ്യം അത് തന്നെയല്ലേ, അപ്പോൾ ഞാൻ സമ്മതിച്ചു എന്ന് പറയട്ടോ. അങ്കിളെ എൻ്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല, അലീനെ കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്താമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ, നിൻ്റേത് ആവശ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മനു, നീ ഒരു കാര്യം ചെയ്യും, നീ എറണാകുളത്തേക്ക് പോവില്ലേ, 2 ദിവസം കഴിഞ്ഞാൽ നീ വരുമ്പോൾ നീ അലീനയും കൂട്ടിയിട്ടൊന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ അവൾ തന്നെ വരണ്ട, നീ അവളെ ഒന്ന് കൂട്ടിയിട്ട് വരണം, നിനക്ക് അവളിൽ പൂർണ്ണ അവകാശമുണ്ട്, ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, നീ അവിടെ പോയിട്ട് മാമച്ചായൻ്റെ വീട്ടിൽ പോയിട്ട് ആ മാമച്ചൻ്റെ വീട്ടിൽ പോയിട്ട് അലീനയും കൂട്ടിയിട്ട് വന്നാൽ മതി എന്ന് പറയട്ടോ. അങ്കിളെ അത് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നവുമില്ല, നിൻ്റെ മുറപ്പെണ്ണല്ലേടാ അവൾ എന്ന് ചോദിക്കുകയാണ്. അങ്കിൾ എന്തൊക്കെയാണ് പറയണത്, എൻ്റെ മുറപ്പെണ്ണാണെന്നോ എന്ന് ചോദിക്കുമ്പോൾ, അതേടാ മനു, ഞാൻ ഇത്രയും കാലം നിന്നോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, അവൾ നിൻ്റെ മുറപ്പെണ്ണ് തന്നെയാണ് എന്ന് പറയട്ടോ. നിനക്ക് അവളിൽ പൂർണ്ണ അവകാശമുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതല്ല അന്ന് ഫോണിലൂടെ നിൻ്റെ മുറപ്പെണ്ണാണെന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. അങ്കിൾ എന്തൊക്കെയാണ് പറയണത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അന്ന് ഫോണിലൂടെ പറഞ്ഞപ്പോൾ ഞാൻ അങ്കിളിൻ്റെ മകളായിട്ട് അംഗീകരിച്ചത് കൊണ്ടുള്ള കാര്യമാണ് പറയുന്നതെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതങ്ങനെയല്ല, അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ
പറയുന്നുണ്ട്. എൻ്റെ മകൾ എങ്ങനെയാടാ നിൻ്റെ മുറപ്പെണ്ണാവുക? എനിക്കൊരു മകളുണ്ടെങ്കിൽ അത് നിൻ്റെ മുറപ്പെണ്ണാവണമെന്നില്ലല്ലോ. അപ്പം നിൻ്റെ മുറപ്പെണ്ണാവണമെങ്കിൽ അത് ആരുടെ മകളായിരിക്കണം എന്ന് ചോദിക്കട്ടോ. എൻ്റെ മുറപ്പെണ്ണാവണമെങ്കിൽ അത് വൈജയന്തിയുടെ മകളായിരിക്കണം. അതെ, അവൾ വൈജയുടെ മകളാണ് എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ ആകെ ഷോക്കായി പോവാണ് മനു. അങ്കിൾ എന്തൊക്കെയാണ് പറയുന്നത്? അതേടാ മനു, ഞാൻ പറഞ്ഞത് സത്യമാണ്. വൈജയുടെ മകളാണ് അലീന. വൈജയ്ക്ക് വിവാഹത്തിന് മുൻപ് വൈജ പ്രസവിച്ച മകളാണ് അലീന എന്ന് പറയണേ. മനു ആകെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്കിൾ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അന്ന് ആഗ്രയിൽ വെച്ചിട്ട് വൈജയ്ക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. അങ്ങനെ വിവാഹത്തിന് മുൻപ് ജനിച്ചൊരു കുഞ്ഞാണ് അലീന. ജനിച്ച ഉടനെ മരിച്ചുപോയി എന്നും പറഞ്ഞിട്ട് അതിനൊരു ഓർഫനേജിൽ ഏൽപ്പിച്ചേക്കായിരുന്നു നിൻ്റെ മുത്തശ്ശനും രാവുണ്യമ്മാമനും ഒക്കെ. അപ്പോൾ ഇതിലൊക്കെ പങ്കാളികളാണ് നിൻ്റെ അച്ഛനും നിൻ്റെ വല്യച്ഛനും കൊച്ചച്ഛനും ഒക്കെ ഇതിൽ പങ്കാളികളാണ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ സത്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം എല്ലാവരോടും യുദ്ധം ചെയ്യുന്നത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ്റെ ആ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് മനുവിനും ആകെ വിഷമാവുകയാണ്. എന്ത് മറുപടി പറയണമെന്നറിയാതെ മനു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സാരമില്ല, എൻ്റെ അന്നത്തെ ആ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് എനിക്ക് എൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ ഞാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അലീന, അവളെ ഞാൻ ഒരിക്കലും വിട്ട് കളയില്ല. എൻ്റെ മകളാണ് അവൾ, വൈജയുടെ അല്ല, എൻ്റെ മകളാണ്. അതുകൊണ്ട് നിനക്ക് അവളിൽ പൂർണ്ണ അവകാശമുണ്ട്. നിനക്ക് മാത്രമേ അവളെ ഞാൻ തരുള്ളൂ എന്ന് പറയാട്ടോ. നിനക്ക് മാത്രമേ അവളെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. നിനക്ക് അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും എന്ന് പറയട്ടോ. ഇതെല്ലാം കേട്ടൊരു ഷോക്കിലാണ് മനു നിൽക്കുന്നത്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും നീ എറണാകുളത്ത് നിന്ന് പോയി വരുമ്പോൾ, എറണാകുളത്ത് പോയിട്ട് നീ 2 ദിവസം കഴിഞ്ഞാൽ വരുന്നല്ലേ പറഞ്ഞത്. ആ വരുന്ന സമയത്ത് നീ അലീനയെ കൂട്ടിയിട്ട് വന്നാൽ മതി. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് നീ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയണം. ഇനിയിപ്പോൾ അവൾ തനിച്ച് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം കയറി വരുന്ന സമയത്ത് തന്നെ അവളോട് ഉണ്ടാക്കും. അപ്പോൾ നീ കൂട്ടി കൊണ്ടുവരുമ്പോൾ നിൻ്റെ അടുത്തായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വരിക. അപ്പോൾ അതിന് മറുപടി നീ കൊടുത്തോളും. അലീന ഒരു പാവം കൊച്ചാണ്. അതിന് അങ്ങനെ ഒരുപാടൊന്നും മറുപടി പറയാനൊന്നും അറിയത്തില്ല. അതും മുന്നിൽ നിൽക്കുന്നത് സ്വന്തം അമ്മയല്ലേ. ആ ഒരു ചിന്ത അവളുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവൾ ഒരുപാട് കടുത്ത വാക്കുകളൊന്നും പറയത്തില്ല എന്നൊക്കെ പറയണം. അപ്പോൾ മനു ആണെങ്കിൽ ആകെ എക്സൈറ്റ്മെൻറ്റിലാണ്. അലീന തൻ്റെ സ്വന്തം മുറപ്പെണ്ണാണ്, വൈജയന്തിയുടെ മകളാണ് എന്നറിഞ്ഞതിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. താമസിയാതെ ഞാൻ എല്ലാ കാര്യങ്ങളും അറിയിക്കാം. ഇനി ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊന്നും ഇപ്പം നീ ചോദിക്കണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്നൊക്കെ പറയാണ് മനുവിനോട്. മനു ആണെങ്കിൽ ഇനിയിപ്പോൾ എറണാകുളത്ത് പോകണം, അലീനയെ കാണണം, അലീനയെ കൂട്ടിക്കൊണ്ടുവരണം തൻ്റെ കാറിൽ. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നലോകത്താണ് മനു ജീവിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.